പ്രിയ കുട്ടികളെ, ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പരീക്ഷ ഇട്ടിട്ട്, അതായത് ഈ ചാപ്റ്റർ പരീക്ഷ ഇട്ടിട്ട് അധികം പേര് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും സി മാർക്കിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ട് തന്നെയുള്ളൂ. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് പേപ്പർ ഇടുന്നത്. പക്ഷേ അത് എഴുതാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സി മാർക്ക് മേടിക്കേണ്ട, നിങ്ങളുടെ മാർക്ക് മൊത്തത്തിൽ കുറയണം. Question number 17. Find the area of the region bounded by the ellipse x square by 25 plus y square by 16 is equal to 1. ഈ എലിപ്സ് കഴിഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എസ് സ്ക്വയറിൻ്റെ താഴെ വലിയ നമ്പർ വന്നു, വൈ സ്ക്വയറിൻ്റെ താഴെ വന്ന നമ്പറിനേക്കാൾ. അപ്പോൾ ഇത് എക്സ് ആക്സിസിൽ കൂടുതൽ ദൂരം വരുന്ന എലിപ്സാണ്. എക്സ് ആക്സിസിൽ വരുന്ന എലിപ്സാണ്. അതായത് 5 എന്ന പോയിൻ്റ് ഇങ്ങേ അറ്റത്തും -5 എന്ന പോയിൻ്റ് ഇങ്ങേ അറ്റത്തും വരുന്ന എക്സ് ആക്സിസിൽ വരുന്ന എലിപ്സാണ് ഇതെന്ന് മനസ്സിലായി. പിന്നെ 0 എന്ന് പറയുന്ന പോയിൻ്റാണ് മുകളിൽ വരുന്നത് 16 വെച്ച്, താഴെ 0 -4. നമുക്ക് മുകളിലത്തെയും ഈ വലതുവശത്തെയും പോയിൻ്റേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ പടം വരച്ചു. എലിപ്സിൻ്റെ കംപ്ലീറ്റ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗവും വരും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഏരിയ OA/BO കണ്ടിട്ട് × 4 ചെയ്താൽ മതി. കാരണം എല്ലാത്തിൻ്റെയും ഒരു അതിര് എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. വേറെ വേറെ അതിരുകൾ, വേറെ വേറെ കർവുകൾ ഓരോ ഭാഗത്തും വന്നാൽ അങ്ങനെ നമ്മൾ എടുക്കില്ല, × 4 ഒന്നും ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ ഭാഗത്തെ ഏരിയ കണ്ടാലും എലിപ്സാണ് ഒരു അതിര്, ഇത് ചെയ്താലും എലിപ്സ് തന്നെ അതിര്. ഈ ഭാഗത്തെ ഏരിയ കണ്ടാലും എലിപ്സ് തന്നെയാണ് അതിര്, ഈ ഭാഗത്തെ ഏരിയ കണ്ടാലും എലിപ്സ് തന്നെയാണ് അതിര്. അപ്പോൾ നമുക്ക് × 4 ചെയ്താൽ മതി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടിട്ട്. റിക്വേർഡ് ഏരിയ 4 × ഏരിയ ഓഫ് OA/BO എന്ന കാര്യം മനസ്സിലായി. OA/BOയുടെ അതിരുകൾ എക്സ് ആക്സിസ് x=0, x=5, പിന്നെ എലിപ്സാണ്. എലിപ്സ് x² by 25 plus y² by 16 1ൽ നിന്ന് y കണ്ടുപിടിക്കണം. അതിന് y² by 16 1 - x² by 25 ആണ്. അപ്പോൾ y² 16 അങ്ങോട്ട് ഗുണിച്ചു, 16 പിന്നെ ഈ ഭാഗത്ത് LCM എടുത്തു 25. അപ്പോൾ മുകളിൽ 25 - x² വരും. ഇതാണ് നമുക്ക് y² കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് y എന്ന് പറയുന്നത് 4/5 × √25 - x² ആണെന്ന് മനസ്സിലായി. 4/5 × √25 - x² ആണെന്ന് മനസ്സിലായി. ഇനി അപ്പോൾ 4 × 0 to 5 4/5 × √5² - x² dx ആണ് ടോട്ടൽ ഏരിയ എന്ന് മനസ്സിലായി. ഇത് 16/5 ആയിട്ട് മാറുന്നു. എന്താണ് √5² - x² dx നിങ്ങൾക്കറിയാം. s/2 √5² - x² plus a²/2 5²/2 sin inverse s/a s/5 സ്ക്വയർ ബ്രാക്കറ്റ് 0 to 5 ആണ് അറിയാം. ആദ്യം നമുക്ക് അപ്പർ വാല്യൂ 5 ഈ ബ്രാക്കറ്റിൽ കൊടുക്കാം, മൈനസ് ലോവർ വാല്യൂ 0 ഈ ബ്രാക്കറ്റിലും കൊടുക്കാം. 16/5 പുറത്തുണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്. നമുക്ക് 5 കൊടുക്കുമ്പോൾ ഇത് 0 ആയി മാറുന്നു. പിന്നെ 5 കൊടുക്കുമ്പോൾ ഇവിടെ സൈൻ വേഴ്സ് 1 വരുന്നു. 25/2 സൈൻ വേഴ്സ് 1. അത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ വില കൊടുക്കുമ്പോൾ. -0 എന്ന വില കൊടുക്കുമ്പോൾ എക്സിനാണ് കൊടുക്കുന്നത്, ഇത് മൊത്തം 0 ആയിപ്പോയി. ഇവിടെ എക്സിനാണ് കൊടുക്കുന്നത്, അപ്പോൾ സൈൻ വേഴ്സ് 0 വരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് 0 ആണ്. അപ്പോൾ 16/5 × 25/2 × π/2 എന്നായിട്ട് ആൻസർ മാറുന്നു. ഇത് ചെയ്യുമ്പോൾ 20 π² യൂണിറ്റ് എന്ന് കിട്ടുന്നു. ഈ കണക്ക് മനസ്സിലായില്ലേ? കൃത്യമായിട്ട് എലിപ്സ് വരയ്ക്കുക, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കാണുക, അതിൻ്റെ അതിരുകളൊക്കെ എഴുതുക, × 4 അങ്ങ് ചെയ്യുക. കൺസിഡർ ദി എലിപ്സ് s² by 9 plus y² by 4 is equal to 1. ഈ എലിപ്സും s² താഴെ കൂടിയ നമ്പർ വന്നതുകൊണ്ട് എക്സ് അക്ഷത്തെ വരുന്ന എലിപ്സാണ്. ആൻഡ് ദ ലൈൻ s/3 plus y/2 is equal to 1. അപ്പോൾ ഈ എലിപ്സിനും ഈ ലൈനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച്. ഈ എലിപ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം 3ൽ വെച്ചാണ്, y അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം 2ൽ വെച്ചാണ്. ഈ ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം, ഈ ലൈൻ ഇൻ്റർസെപ്റ്റ് ഫോമാണ്, ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് ഫോമാണ്. s/a plus y/b is equal to 1. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് 3, y ഇൻ്റർസെപ്റ്റ് 2. അതിൻ്റെ അർത്ഥം ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് മാറിയും y അക്ഷത്തെ കട്ട് ചെയ്യണത് ഒറിജിനിൽ നിന്ന് 2 യൂണിറ്റ് മാറിയുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതോ എലിപ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്നത് 3:30, y അക്ഷത്തെ കട്ട് ചെയ്യുന്നത് 02. അപ്പോൾ എന്തോ ഒരു സാമ്യം ഇവിടെ വരുന്നുണ്ട്. ചോദ്യം എന്താണ്? ഫൈൻഡ് ദി പോയിൻറ്റ്സ് വേർ ദ ലൈൻ ഇൻ്റർസെക്റ്റ് ദി എലിപ്സ്. ലൈൻ ഏത് പോയിൻറ്റുകളിലാണ് എലിപ്സിനെ കട്ട് ചെയ്യുന്നത്?
അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ എലിപ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് 3, 0 ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്നതും ലൈനിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആയതുകൊണ്ട് ഒറിജിനിൽ നിന്ന് എക്സ് അക്ഷത്തിൽ ലൈൻ കട്ട് ചെയ്യുന്ന സ്ഥലം വരെയുള്ള ദൂരം 3 യൂണിറ്റ് ആയതുകൊണ്ട് 3, 0 തന്നെയാണ് ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്നത്. ഇവിടെയും 3, 0 എലിപ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലുമുള്ള പോയിൻ്റാണ് 3, 0. അപ്പോൾ ലൈനും എലിപ്സും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് 3, 0 നമുക്കെടുക്കാം. വൈ അക്ഷത്തെ എലിപ്സ് കട്ട് ചെയ്യുന്ന പോയിൻ്റ് 0, 2 ആണ്. ഇത് വൈ അക്ഷത്തെ വരുമ്പോൾ 0, 2 ആണ്. ഈ ലൈൻ വൈ അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് വൈ അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം വരെയുള്ള ദൂരം 2 യൂണിറ്റ് എന്ന് വെച്ചാൽ 0, 2 ആണ്. കണ്ടോ? ക്ലിയർലി എലിപ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് 3, 0 ആൻഡ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് 0, 2 ഓൺ വൈ ആക്സിസ്. The line is s/3 plus y/2 is equal to 1. Line intersect x-axis at 3, 0 and y-axis at 0, 2. Therefore 3, 0 and 0, 2 രണ്ടിലുമുള്ള പോയിന്റുകളാണ്. എലിപ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന 3, 0 എലിപ്സിലുണ്ട്. അതുപോലെ ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന 3, 0 ലൈനിലുമുണ്ട്. രണ്ടിലുമുള്ള പോയിൻ്റ് 3, 0. അപ്പോൾ 3, 0യിൽ വെച്ച ലൈനും എലിപ്സും കൂടി കൂട്ടിമുട്ടും. കൂടാതെ 0, 2 രണ്ടിലുമുള്ള പോയിൻ്റാണ്. അപ്പോൾ 0, 2ൽ വെച്ചും ലൈനും എലിപ്സും കൂടി കൂട്ടിമുട്ടും. ഷെയ്ഡ് ദ സ്മോളർ റീജിയൻ ബൗണ്ട് ബൈ ദ എലിപ്സ് ആൻഡ് ദ ലൈൻ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പടം വരച്ച് നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. എലിപ്സ് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം 3, വൈ അക്ഷത്തെ 2, ലൈൻ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം 3 യൂണിറ്റ് മാറി, ഒറിജിനിൽ നിന്ന് വൈ അക്ഷത്തെ കട്ട് ചെയ്യുന്ന സ്ഥലം 2 യൂണിറ്റ് മാറി. അപ്പോൾ ലൈനും എലിപ്സിനും ഇടയ്ക്കുള്ള സ്മോളർ റീജിയനാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. എലിപ്സിൻ്റെ ഇക്വേഷൻ 9 അടുത്തും ലൈനിൻ്റെ ഇക്വേഷൻ 9 അടുത്തും എഴുതിയിട്ടുണ്ട്. എക്സ് അക്ഷം വൈ അക്ഷം വരച്ച് ആരോ മാർക്കൊക്കെ കൊടുക്കണം. അതാണ് ഷെയ്ഡ് ദ സ്മോളർ റീജിയൻ ബൗണ്ടഡ് ബൈ ദി എലിപ്സ് ആൻഡ് ദി ലൈൻ എന്ന് വെച്ചാൽ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡർ റീജിയൻ. ഈ ഷെയ്ഡർ റീജിയൻ്റെ ഏരിയ ചോദിച്ചാൽ ഞാൻ ചെയ്തേക്കണതിലേക്ക് നിങ്ങൾ നോക്കാതെ നിങ്ങൾക്കൊന്ന് പറയാമോ എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ടോട്ടൽ ഏരിയ കംപ്ലീറ്റ് അങ്ങ് കണ്ടിട്ട് അതിന് വേണമെങ്കിൽ ഒ, എ, ബി, ഒ എന്ന് നിങ്ങൾ പേരിടണം. ഞാൻ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് ആ പേരെന്നിടുക. ഇവിടെ ഒ, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ ഒ. അപ്പോൾ ഒ എ ബി ഒയുടെ ഏരിയ കണ്ടിട്ട് പിന്നെ ഒരു ട്രയാങ്കിളില്ലേ ഒ എ ബി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളില്ലേ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തിൻ്റെ ഏരിയ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇപ്പം ഹാഫ് ബി എച്ച് മതി. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു h2 ആണല്ലോ. അങ്ങനെ ചെയ്ത് 3 യൂണിറ്റാണ് ട്രയാങ്കിൾ, സ്ക്വയർ യൂണിറ്റാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് ഇപ്പോഴേ നമുക്കറിയാം. പക്ഷേ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് വെച്ച് ചെയ്താൽ മതി, എനി മെത്തേഡിൽ ചെയ്താൽ മതി എന്ന് ഇവിടെ പറയാത്തിടത്തോളം കാലം നമുക്ക് ഇൻ്റഗ്രേഷൻ വെച്ച് തന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ നമുക്ക് ഒ എ ബി ഇവിടെ കൊടുക്കുക, സി ഇവിടെ കൊടുക്കുക, ഒ ഏരിയ ഓഫ് ഒ എ ബി സി ഒ മൈനസ് ഏരിയ ഓഫ് ഒ എ സി ഒ എന്ന് എഴുതുക. ശരിക്കും മനസ്സിലായോ? ഒ എ ബി സി ഒ അതിൻ്റെ ഏരിയ മൈനസ് ഒ എ സി ഒയുടെ ഏരിയ എന്ന് എഴുതുക. റിക്വേർഡ് ഏരിയ സമം ഏരിയ ഓഫ് ഒ എ ബി സി ഒ മൈനസ് ഏരിയ ഓഫ് ഒ എ സി ഒ എന്നെഴുതുക. എന്നിട്ട് ആദ്യത്തെ ഭാഗത്തിൻ്റെ കാര്യങ്ങൾ പറയുവാണ്. അതിരുകൾ എക്സ് ആക്സിസ് എക്സ് സമം 0, എക്സ് സമം 3, പിന്നെ എലിപ്സ്. രണ്ടാമത്തേൻ്റെ അതിരുകൾ പറയുകയാണ്. എക്സ് ആക്സിസ് എക്സ് സമം 0, എക്സ് സമം 3, പിന്നെ ലൈന്. എലിപ്സിൽ നിന്നുള്ള വൈത്, ലൈനിൽ നിന്നുള്ള വൈത്. y²/4 എന്താണെന്ന് ആദ്യം കണ്ടു. 1 - s²/9, 9 - s²/9. അപ്പോൾ y² 4 മോളിൽ വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി 4/9 × 9 - s², 2/3 √3² - s². ലൈന്
ലൈനിൽ നിന്ന് y/2 എന്താണ് 1 - x/3 y/2 3 LC എടുക്കുമ്പോൾ 3 - x y എന്താണ് 2 × 3 - x/2 അപ്പോൾ y എന്താണ് 2/3 × 3 - x രണ്ടിലെയും y നമുക്ക് ആവശ്യമുണ്ട്. ഷെയ്ഡഡ് ഏരിയ ഞാൻ പറഞ്ഞായിരുന്നു. ഏരിയ ഓഫ് പറഞ്ഞ വെച്ച് നിങ്ങളിവിടെ പേര് കൊടുത്ത് വെച്ച് എഴുതണം. OABCO മൈനസ് ഏരിയ ഓഫ് OACO എന്നെഴുതി വയ്ക്കുക. അപ്പം ആദ്യത്തേൻ്റെ അതിരുകൾ അവിടെ എഴുതിക്കോ. എക്സ് ആക്സിസ് x=0 x=3 എലിപ്സ് അല്ലെങ്കിൽ എലിപ്സിൽ നിന്ന് കിട്ടിയ ഈ y എഴുതിയാൽ മതി. രണ്ടാമത്തേൻ്റെ താഴെ അതിൻ്റെ അതിരുകൾ എഴുതിക്കോ. എക്സ് ആക്സിസ് x=0 x=3 ലൈനിൽ നിന്ന് കിട്ടിയ ഈ y എഴുതിക്കോ. അപ്പോൾ ഇൻ്റർവൽ 0 to 3 ആണ് രണ്ടിലും വരുന്നത്. ഇവിടെ എലിപ്സ് ആണ് മാത്രം 2/3 √3² - x² dx മൈനസ് ഇൻ്റർവൽ 0 to 3 2/3 × 3 - x ds. ഇതങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ 3π/2 - t² യൂണിറ്റ് എന്ന ആൻസർ കിട്ടും. ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് വെച്ച് വേണം എഴുതാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണത്? 2/3 പുറത്തേക്ക് എടുത്തു. എന്താണ് ഇൻ്റർവൽ √3² - x² ds s/2 √3² - s² + a²/2 അതായത് 3² sin inverse s/a sin inverse s/3 സ്ക്വയർ ബ്രാക്കറ്റ് 0 to 3 - 2/3 × 3x വരും. 3യുടെ ഇൻ്റഗ്രൽ മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ s²/2 സ്ക്വയർ ബ്രാക്കറ്റ് 0 to 3 2/3 × ആദ്യം അപ്പർ വാല്യൂ 3 കൊടുക്കുമ്പോൾ ഇത് 0 വരും. ഇത് sin inverse 1 വരും. 9/2 sin inverse 1 അത്രയും ഒരു ബ്രാക്കറ്റ് -0 എന്ന ലോവർ വാല്യൂ കൊടുക്കുമ്പോൾ 0 0 0 മാത്രം -2/3 × ആദ്യം അപ്പർ വാല്യൂ ഒരു കുഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുക്കാം. 9 - 9/2 -0 വരും. ലോവർ വാല്യൂ കൊടുക്കുമ്പോൾ 2/3 × 9/2 π/2 -2/3 × 9/2. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 വെട്ടിപ്പോയിട്ട് 3 π/2 മൈനസ് ഇവിടെ നിന്ന് 3 കിട്ടും. ഒരു ബ്രാക്കറ്റ് ഇട്ട് രണ്ടിനും കൂടി ചേരുമ്പോഴാണ് ആൻസർ ആവുള്ളൂ എന്ന് കാണിക്കാനാണ് സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പടം കൃത്യമായിട്ട് വരയ്ക്കണം. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? പടം വരയ്ക്കുക. പിന്നെ ഏരിയ കണ്ടതും കൃത്യമായിട്ട് എഴുതുക. ഞാനിവിടെ വിട്ടുപോയ പേര് നിങ്ങൾ കൊടുക്കണം. OABCO എന്ന ഏരിയ മൈനസ് ഏരിയ ഓഫ് OACO എന്നിട്ട് രണ്ടിൻ്റെയും അതിര് നിങ്ങൾ അതിൻ്റെ അടുത്ത് എഴുതി വെച്ച് വേണം ചെയ്യാനായിട്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y sin x y cos x x ആക്സിസ് ആസ് x വേരീസ് ഫ്രം 0 to π/2 ഫ്രം ദി ഫിഗർ. അപ്പോൾ പടം അവർ തന്നിട്ടുണ്ട്. ഇതാണ് y sin xൻ്റെ ഗ്രാഫ്, ഇതാണ് y cos xൻ്റെ ഗ്രാഫ്. കാരണം cos xൻ്റെ ഗ്രാഫാണോ ഇത് എന്ന് നോക്കിയേ. എക്സ് ആംഗിൾ 0 വരുമ്പോൾ y വില 1 cos 0 1 എക്സ് ആംഗിൾ π/2 വരുമ്പോൾ cos 90 0 y വില 0. ഇതാണ് y cos xൻ്റെ ഗ്രാഫ്. അതുപോലെ y sin xൻ്റെ ഗ്രാഫ് ആംഗിൾ 0 ഡിഗ്രി വരുമ്പോൾ sin 0 0 sin π/2 വന്നപ്പോൾ 1. ഇതാണ് sin xൻ്റെ ഗ്രാഫ്. ഇതിനിടയ്ക്കുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ സ്ഥലം കംപ്ലീറ്റ് വേണം. ഇത് ക്വസ്റ്റ്യനിലുള്ള പടമാണ്. നിങ്ങൾ ഈ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ പടം ഒന്നുകൂടെ വരച്ചിട്ട് ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്തും കൂടി വയ്ക്കുക. അത്രയും സ്ഥലം കംപ്ലീറ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. പക്ഷേ ഈ ഭാഗത്ത് ഏരിയ കണ്ടിട്ട് ഇരട്ടി എടുത്തല്ല ഈ കണക്കിന്. കാരണം എന്താണെന്നറിയോ? ഈ ഭാഗത്തെ ഏരിയയ്ക്ക് sin x എന്ന കർവാണ് അതിൽ വരുന്നത്. പക്ഷേ ഈ ഭാഗത്തെ ഏരിയയ്ക്ക് cos x എന്ന കർവാണ് അതിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ × 2 ചെയ്യില്ല. അപ്പോൾ ഈ പടം ഒന്നുകൂടെ വരയ്ക്കണം. ഇവിടെ ഞാൻ പടം വരച്ചില്ല. ഇങ്ങനെ കണക്ക് എഴുതി പോകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതി അങ്ങ് തോന്നി അങ്ങ് എഴുതി വിടും. പക്ഷേ നിങ്ങൾക്ക് പടം വരച്ചിട്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ OABO പ്ലസ് ഏരിയ ഓഫ് ACBA എന്ന പേര് കൊടുക്കുക. പ്ലസ് ഇട്ട് എഴുതാവുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? OAB ഇവിടെ C. അപ്പോൾ രണ്ട് ഏരിയ ഏതാണ്? റിക്വേർഡ് ഏരിയ ഏരിയ ഓഫ് OABO പ്ലസ് ഏരിയ ഓഫ് BC ഇവിടെ A ആണ്. ACBA എന്ന് എഴുതുക. രണ്ടിൻ്റെ അതിരെഴുതുക. ഇതിൻ്റെ അതിരെ എക്സ് ആക്സിസ് x=0 x=π/4 y = sin x. ഇതിൻ്റെ അതിരെഴുതുക. എക്സ് ആക്സിസ് x=π/4 x=π/2 cos x y = cos x. എന്നിട്ട് കണക്ക് ചെയ്യുക. ഇൻ്റർവൽ 0 to π/4
ആദ്യത്തെ ഭാഗത്ത് ഏതാണത് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ π/4 ടു π/2. രണ്ടാമത്തെ ഭാഗത്ത് ഏതാണത് കോസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പടം ഒന്നുകൂടെ വരയ്ക്കുക, ഇത് ഷെയ്ഡ് ചെയ്യുക, ഒ എ ബി സി എന്നൊക്കെ പേര് കൊടുക്കുക. അതിൻ്റെ 2 ഏരിയ കൂട്ടുവാണ്, പേര് സഹിതം എഴുതുക, ഓരോന്നിൻ്റെ അതിരെഴുതുക, എന്നിട്ട് ഇവിടത്തേക്ക് വരിക. ഇനി എല്ലാവരെയും അതാണ് ഇച്ചിരി നല്ലത്. പിന്നെ കണക്ക് അത്രയ്ക്ക് അറിയാവുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഇത് കറക്റ്റായിട്ട് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഇൻ്റർവൽ 0 ടു π/4. സൈൻ എക്സിൻ്റെ ഇൻ്റർവൽ എന്താണ്? മൈനസ് കോസസ് സ്ക്വയർ ബ്രാക്കറ്റ് 0 ടു π/4 പ്ലസ് കോസസിൻ്റെ ഇൻ്റർവൽ സൈൻ എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് π/4 ടു π/2. ആദ്യം 45 ഡിഗ്രി കൊടുക്കുക, മൈനസ് കോസ് 45 ഡിഗ്രി മൈനസ് കോസ് 0 ഒരു ബ്രാക്കറ്റ് പ്ലസ് ഇനി അപ്പർ വാല്യൂ π/2 സൈൻ π/2 മൈനസ് സൈൻ π/4 മൈനസ് 1/√2 പ്ലസ് 1 പ്ലസ് 1 മൈനസ് 1/√2 2 മൈനസ് 2/√2 വന്നിട്ട് 2 മൈനസ് √2 ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതുക. 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ y = 1 + 8/s² ആൻഡ് ഓർഡിനേറ്റ്സ് x = 2 ആൻഡ് x = 4. റിക്വേർഡ് ഏരിയ ഇൻ്റഗ്രൽ 2 ടു 4 y dxൻ്റെ സ്ഥാനത്ത് 1 + 8/s² ഒരു ബ്രാക്കറ്റ് ഇട്ട് രണ്ടിൻ്റെയും ഇൻ്റഗ്രേഷൻ ചെയ്യണമെന്ന് കാണിക്കാം. dx 1ൻ്റെ ഇൻ്റഗ്രൽ x പ്ലസ് 8 ഇൻറ്റു 1/s² ഇൻ്റഗ്രൽ മൈനസ് 1/x ഫോർമുലയുള്ളതാണ്. 1/s² ഇൻ്റഗ്രൽ മൈനസ് 1/x. ഇനി അങ്ങനെ എടുക്കാൻ അറിയാമുള്ളാത്തവർ 1/s² എന്ന് പറയുന്നത് x⁻² ആണ്. x⁻²ൻ്റെ ഇൻ്റഗ്രൽ x⁻² പ്ലസ് 1/-2 പ്ലസ് 1 എന്ന് വെച്ചാൽ x⁻⁻1/-1 അതാണ് ഈ എഴുതിയേക്കണേ -1/x. അങ്ങനെ എഴുതിയാലും മതി. സ്ക്വയർ ബ്രാക്കറ്റ് 2 ടു 4 ആദ്യം 4 കൊടുത്താൽ 4 മൈനസ് 8/4 മൈനസ് 2 കൊടുത്താൽ 2 മൈനസ് 8/2. അപ്പോൾ 4 മൈനസ് 2 മൈനസ് 2 പ്ലസ് 4 വന്ന് 4 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഇന്ന് 20ഉം 19ഉം 18ഉം 17ഉമാണ് പഠിപ്പിച്ചത്. അതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ കണക്കുകൾ ഒരുവിധം തീർന്നു. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ കണക്കുകൂടെ നിങ്ങൾക്ക് തരാനുണ്ട്. അത് അടുത്ത ചാപ്റ്ററോടെ തീർന്നിട്ട് വീണ്ടും തുടരാനുള്ളതാണ്. ഈ 17, 18, 19, 20 കണക്കുകളിൽ ഒരു കണക്ക് ഞാൻ വൈകുന്നേരം 6 മണിക്ക് എഴുതിക്കും. ഇനി അൻഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് 6 മണിക്കാണ് അൻഷ ടീച്ചറും പരീക്ഷ ഇടുന്നത്. അപ്പോൾ എൻ്റെ പരീക്ഷ അന്നേരം തന്നെ രണ്ടുപേരും വേറെ വേറെ ക്വസ്റ്റ്യൻ 6 മണിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കും. രണ്ടുപേരുടെയും പരീക്ഷ 8 മണി വരെയുള്ള സമയത്ത് എഴുതാം. എന്നിട്ട് 8 മണിക്ക് ആൻസർ കീ തരും. അതിനുശേഷം പേപ്പർ നോക്കി നിങ്ങൾ എൻ്റെ ബിജു ടീച്ചറിൻ്റെ ടെസ്റ്റ് പേപ്പർ ഗ്രൂപ്പിലേക്ക് അതിൻ്റെ ആൻസറുകളും മാർക്കും, പിന്നെ അൻഷ ടീച്ചറിൻ്റെ ടെസ്റ്റ് പേപ്പർ ഗ്രൂപ്പിലേക്ക് അതിൻ്റെ വാല്യൂ ചെയ്ത പേപ്പറും മാർക്കും, എൻ്റെയും വാല്യൂ ചെയ്ത പേപ്പറും മാർക്കും, ഇങ്ങനെ ഓരോരുത്തരുടെയും മാറിപ്പോകാതെ കൃത്യം അയക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യൂണിറ്റ് ടെസ്റ്റ് എഴുതിയപ്പോൾ അതുപോലെ ഓണപ്പരീക്ഷ എഴുതിയപ്പോഴും ഓരോ പേജും ഓരോ PDF ആക്കി പരീക്ഷാ പേപ്പർ അയച്ച ആൾക്കാരുണ്ട്. ഇനി അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വിവരം അറിയും. ഒന്നുകിൽ ഒറ്റ PDF ആയിട്ടാണ് ഈ പരീക്ഷാ പേപ്പർ അയക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ 10 പേപ്പറും 10 PDF ആയിട്ട് അയച്ചു തന്നാൽ ഇവിടെ പേപ്പർ നോക്കാൻ ആൾക്കാർ ഇരിപ്പില്ല. അങ്ങനെ ഒറ്റ PDF ആക്കിയിട്ട് അയച്ചു തരാൻ അറിയാമുള്ളാത്ത ആൾക്കാർ വാട്സാപ്പിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ യാതൊരു രീതിയിലും പേപ്പർ അയച്ചേക്കരുത്. കഴിഞ്ഞ ദിവസം യൂണിറ്റ് ടെസ്റ്റ് എഴുതിയപ്പോൾ B2 ക്ലാസ്സിലൊരു പയ്യൻ്റെ എനിക്ക് എന്ത് ചെയ്താൽ പേപ്പർ നോക്കാൻ എടുക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും അയക്കാൻ പറഞ്ഞിട്ടുണ്ടോ, അവൻ അയച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പണി കഴിഞ്ഞോ, ഇനി വേണമെങ്കിൽ വാല്യൂ ചെയ്യുക എന്നുള്ള മട്ടിൽ എങ്ങനെയെങ്കിലും പേപ്പർ അയച്ചു തരാൻ പറ്റില്ല. വാല്യൂ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ടീച്ചേഴ്സിനെ പേപ്പർ കാണിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാണാൻ പറ്റാത്ത പേപ്പർ ഇരുന്ന് കണ്ടടങ്ങുള്ളതൊന്നും ബിജു ടീച്ചറിനില്ല കേട്ടോ. ആ കാര്യം നിങ്ങൾ ഓർത്തോ. ഈ 6 മണിക്കുള്ള പരീക്ഷയിൽ ഈ 4 കണക്ക് 17, 18, 19, 20 ഇതിലേതെങ്കിലും ഒരു കണക്ക് എന്ന് വെച്ചാൽ അതേപടി സംഖ്യ മാറാതൊന്നും ഞാൻ തരികയില്ല. നിങ്ങൾ പഠിച്ചോളണം. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പഠിച്ചവർക്കറിയാം. ആ ചാപ്റ്റർ വളരെ എളുപ്പമാണ്, ഏരിയ കാണാനാണ്. പക്ഷേ അത് പഠിക്കാത്തവരുണ്ട് ഒത്തിരി പേര്. അത് പഠിക്കാത്തവർ എന്നാന്ന് വെച്ചാൽ ചെയ്യുക, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അടുത്ത ദിവസം 6 മണിക്കാണ് പരീക്ഷ. 2 ടീച്ചേഴ്സിൻ്റെയും പരീക്ഷ ആ നേരത്താണ്. 8 മണി വരെയുള്ള സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി 8 മണിക്ക് തരുന്ന ആൻസർ കീ നോക്കി അതാത് ടീച്ചേഴ്സിൻ്റെ ടെസ്റ്റ് പേപ്പർ ഗ്രൂപ്പിലേക്ക് തിരിച്ചയക്കുക. എല്ലാവരും പഠിക്കണം.